നമസ്കാരം. ലേൺ അറ്റ് ഹോം പ്ലസിൻ്റെ പുതിയ വീഡിയോ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ആദ്യ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലാദ്യം പറഞ്ഞത് ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ഈ ഒരു ചാപ്റ്റർ ദാറ്റ് ബിലോങ്സ് ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ദ ഡെഫിനേഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡിസ്കസ് ചെയ്തു. ദെൻ സം സിമ്പിൾ എക്സ്പെരിമെൻറ്റ്, സം ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പെരിമെൻറ്റ് ദറ്റ് ക്യാൻ ബി ഡൺ ഈവൻ ഇൻ അവർ ഹോം. അത് ചിലരൊക്കെ ചെയ്ത് നോക്കി എന്നും വിചാരിക്കുന്നു. ഹ്യൂമിഡിറ്റി കൂടിയ ക്ലൈമാറ്റിൽ അത്ര എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് ഭംഗിയിൽ കിട്ടില്ല എന്നതും കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഓക്കെ, സോ പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു, ഹൗ ടു ഗെറ്റ് ചാർജ് ഓൺ എ മെറ്റീരിയൽ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ടു ചാർജ് എ മെറ്റീരിയൽ? ഔട്ട് ഓഫ് ദി 6 ഡിഫറെൻറ്റ് വേസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഡിസ്കസ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ? അതിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ അത് കുറച്ച് വിശദമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഗ്ലാസ് റോഡിൻ്റെയും സിൽക്കിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടും എബണൈറ്റിൻ്റെയും വൂളിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടുമായിരുന്നു നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മളുടെ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള കുറച്ച് പോയിൻറ്റുകളാണ് ഇപ്പം പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. തൊട്ട് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആയിരുന്നു. അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു മെറ്റീരിയൽ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇനി അതിൻ്റെ ആവശ്യമില്ല, ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ ഒരു മെറ്റീരിയലിനെ ചാർജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ഓർ ചാർജിങ് ബൈ കോണ്ടാക്റ്റ്. അതായത് സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ചാർജർ ബോഡി ഉണ്ട്. സപ്പോസ് ഇതൊരു ന്യൂട്രൽ വസ്തുവാണ്. അപ്പോൾ ഈ ചാർജർ ബോഡി ഈ ന്യൂട്രലായ വസ്തുവിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ, ഫിസിക്കലി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ, ഈ ചാർജർ ബോഡിയിൽ നിന്നും ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ചാർജ് ഒഴുകുന്നു. അങ്ങനെ ഇതിന് ചാർജ് കിട്ടി. സിമ്പിൾ. ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ചാർജ് കൂടിയ വസ്തുവിൽ നിന്നും ചാർജ് കുറഞ്ഞ വസ്തുവിലേക്കാണ് ചാർജ് നീങ്ങുക എന്നാണ് നമ്മൾ വിചാരിക്കുക. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പോലും കൃത്യമായിട്ട് അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ചാർജ് എവിടുന്ന് എവിടേക്ക് ഒഴുകും എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന ആശയം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. തൽക്കാലം ഇപ്പം ഇത് മതി. അതായത് ചാർജുള്ളൊരു ബോഡി ചാർജില്ലാത്ത ബോഡിയിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ദിസ് സംഭവിക്കുന്നത്, ഈ ചാർജുള്ള ബോഡിയിൽ നിന്നും ചാർജില്ലാത്ത ബോഡിയിലേക്ക് ചാർജ് ഒഴുകുന്നു. ചാർജിങ് ബൈ കോണ്ടാക്റ്റ് ഓർ ചാർജിങ് ബൈ കണ്ടക്ഷൻ. അടുത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്. നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കി, ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചാർജ്ഡ് ബോഡി അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ ചാർജ് ഒഴുകും, അങ്ങനെ ചാർജ് ലഭിക്കും. ദാറ്റ്സ് എ ഫാക്റ്റ്. സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇനി നമ്മൾ പറയുന്നു, ഈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ഈ വസ്തുവിന് ചാർജ് ലഭിക്കും. ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ഈ വസ്തുവിൻ്റെ മുകളിൽ ചാർജ് സ്ഥിരമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ടെമ്പററി ആയിട്ടല്ല, സ്ഥിരമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചില സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ചാൽ സാധിക്കും. അത്തരം സ്പെഷ്യൽ ടെക്നിക്കുകൾ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചില സ്പെഷ്യൽ ടെക്നിക്കുകൾ ഞാനിപ്പോൾ നിങ്ങളെടുത്തൊന്ന് ഷെയർ ചെയ്യാണ്. നോക്കൂ, ഈ ഫിഗറിൽ എന്താ കാണുന്നത്? ഒരു മെറ്റാലിക് സ്ഫിയർ ഉണ്ട്. ദാറ്റ് മെറ്റാലിക് സ്ഫിയർ ഈസ് സപ്പോർട്ടഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഈ മെറ്റാലിക് സ്ഫിയറിനടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡ് സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. സോ വാട്ട് ഇസ് ഹാപ്പനിങ്? കൻ സി. ഈ നെഗറ്റീവ് ചാർജുള്ള റോഡ് എത്തുമ്പോൾ ഈ മെറ്റാലിക് സ്ഫിയറിൻ്റെ റോഡിനോട് അടുത്തുള്ള ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ മറ്റേ സൈഡിൽ നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതിനെന്താ കാരണം? റോഡ് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള റോഡ് ഈ മെറ്റാലിക് സ്ഫിയറിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്തിൽ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്ത് പോകുന്നു. ആ ഭാഗത്തിൽ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്ത് പരമാവധി ദൂരോട്ട് പോകുന്നു. അതായത് അതിൻ്റെ ഫർദർ എൻഡിലേക്ക് പോകുന്നു. അപ്പോൾ നിയർ ബൈ സൈഡിൽ
പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ അതർ സൈഡിൽ, അതിൻ്റെ റെയർ സൈഡിൽ നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ്. നമ്മൾ ഈ റോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ന്യൂട്രൽ ആവും അത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ചാർജ് സ്ഥിരമായിട്ട് നിലനിർത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൂത്രപ്പണികളുണ്ട്, സ്പെഷ്യൽ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കിന് നമ്മളിനി അഡാപ്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കൂ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റയറർ സൈഡ്, നെഗറ്റീവ് ചാർജുള്ള ആ സൈഡ്, ആ ഭാഗം എർത്ത് ചെയ്യുന്നു, എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? അതിൻ്റെ മുകളിലുള്ള സകല ചാർജും എർത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ന്യൂട്രലായി ആ ഭാഗം ചാർജ് ഇല്ലാതെയായി തരും. ഈ എർത്തിലോട്ട് കണക്ട് ചെയ്യാന്ന് പറയും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ നമ്മൾ കൈകൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ഒരു ഹ്യൂമൻ ബോഡി സാമാന്യം വലിയൊരു ബോഡിയാണ്. അപ്പോൾ അത് കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പം തന്നെ ആ ഇലക്ട്രോൺസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യപ്പെടും, ആ ഭാഗം ന്യൂട്രലാവും. പക്ഷേ എന്താ ഈ പോസിറ്റീവ് ചാർജ് അവിടെ നിന്ന് നഷ്ടപ്പെടാത്തത്? ബിക്കോസ് ഈ പോസിറ്റീവ് ചാർജും റോഡിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു അട്രാക്ഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് പോസിറ്റീവ് ചാർജ് പോവാത്തത്. ശരി, ഇനി ചെയ്യുന്നത് ഈ എർത്തിങ് ഒഴിവാക്കി. സോ വാട്ട് ഹാപ്പൻസ്? നത്തിങ്. പഴയതുപോലെ തന്നെ നിൽക്കും, പക്ഷേ എർത്തിങ് അവിടെ ഇല്ല. ഓക്കെ, ശരി. ഇനിയാണ് രസം. നമ്മൾ റോഡ് അവിടെ നിന്ന് മാറ്റി, റോഡ് കംപ്ലീറ്റ് മാറ്റി. സോ വാട്ട് ഹാപ്പൻസ്? ഈ പോസിറ്റീവ് ചാർജിന് ന്യൂട്രൽ ആവാൻ അവിടെ നെഗറ്റീവ് ചാർജ് ഇല്ല. സോ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഈ മെറ്റാലിക് സ്ഫിയറിൻ്റെ മുകളിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ തന്ത്രപൂർവ്വം അതിൻ്റെ മുകളിൽ ചാർജ് സ്റ്റോർ ചെയ്തു. ഇതാണ് നമ്മുടെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലായി. ഈ ഒരു റോഡ് ഉപയോഗിച്ചിട്ട് വേറൊരു വസ്തുവിനെ യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെ ചാർജ് ചെയ്യുമ്പോൾ, അതായത് ചാർജ്ഡ് ബോഡിക്ക് യാതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇല്ലാതെ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് അതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വേ അല്ലാതെ വേറെയും ചില സൂത്രപ്പണികളുണ്ട്. അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൂത്രപ്പണിയിലേക്കാണ്, ആ സ്പെഷ്യൽ ടെക്നിക്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നോക്കൂ, ഈ ഡയഗ്രത്തിൽ 2 മെറ്റാലിക് സ്ഫിയേഴ്സ് ഉണ്ട്. ഈ 2 മെറ്റാലിക് സ്ഫിയേഴ്സും പരസ്പരം കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത്. ഈ 2 മെറ്റാലിക് സ്ഫിയേഴ്സും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ അവിടേക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവരുന്നു. പോസിറ്റീവ് ചാർജുള്ള റോഡ് അതിന് സമീപത്തേക്ക് കൊണ്ടുവരുന്നു. ശ്രദ്ധിക്കണം, അതിന് മുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യാതെ ഈ എ എന്ന സ്ഫിയറിൻ്റെ സമീപത്തായിട്ട് ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് വെക്കുന്നു. സോ എന്തായിരിക്കും അതിനകത്ത് സംഭവിക്കുക? ഈ ആ 2 മെറ്റാലിക് സ്ഫിയറിൽ ഇലക്ട്രോൺസിൻ്റെ കുറേ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം തന്നെ ആ ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡിൻ്റെ സമീപത്തേക്ക് വരുന്നു. എന്ന് വെച്ചാൽ എ എന്ന സ്ഫിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ സ്വാഭാവികമായിട്ടും ബി എന്ന സ്ഫിയറിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ അവസ്ഥ തുടരുക. അതായത് നമ്മുടെ റോഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ബി എന്ന ആ ഒരു സ്ഫിയർ അല്പം അകത്തുന്നു. എന്ന് വെച്ചാൽ എയും ബിയും തമ്മിലുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുത്തുന്നു. സോ ചാർജ് അതേപോലെ തന്നെ നിലനിൽക്കും. ഇനി ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ പോസിറ്റീവ്ലി ചാർജ് റോഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്? ഈ മെറ്റാലിക് സ്ഫിയേഴ്സിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പരസ്പരം ന്യൂട്രൽ ആവാൻ പറ്റുന്നില്ല. ബിക്കോസ് ഈ 2 സ്ഫിയറും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് എയിനകത്തുള്ള നെഗറ്റീവ് ചാർജ് പരമാവധി ബീൻ്റെ ഭാഗത്തേക്കും ബീനകത്തുള്ള പോസിറ്റീവ് ചാർജ് പരമാവധി എയുടെ സൈഡിലേക്കും വന്ന് അവിടെ നിൽക്കും. ഇനി അടുത്ത ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള അകലം കുറച്ചും കൂടി അങ്ങോട്ട് കൂട്ടുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ബി എന്ന സ്ഫിയറിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് എയിൽ യൂണിഫോമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ടെക്നിക് ടു ഗെറ്റ് ചാർജ് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്റ്റ്. ദിസ് ഇസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതുകൂടാതെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഇല്ലേ? ഒരു ചീർപ്പോ ഒരു പേനയുടെ ഒരു ഭാഗം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ റബ്ബ് ചെയ്തതിന് ശേഷം ചെറിയ തെർമോക്കോൾ പീസസിനടുത്തേക്കോ അല്ലെ പേപ്പർ പീസസിനടുത്തേക്കോ വരുമ്പോൾ ചാടി പിടിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ചാടി പിടിക്കാൻ എന്താ കാരണം? ഈ കോമ്പിന് ഓഫ് കോഴ്സ് ഒരു ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്. പക്ഷേ പേപ്പർ പീസസിനോ തെർമോക്കോൾ പീസസിനോ ഓൾറെഡി ചാർജ് ഒന്നുമില്ല.
എന്നിട്ടും അത് അട്രാക്റ്റ് ചെയ്യാൻ കാരണം, ന്യൂട്രലായി ഈ വസ്തു അട്രാക്റ്റ് ചെയ്യാൻ കാരണം ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്. ടെമ്പററി ആയിട്ട് അവിടെ അതിന് നിയർ ബൈ സൈഡിൽ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്ടിക്കിളിനെ അത് പിടിച്ചെടുക്കുന്നത്. അടുത്തത് ഇലക്ട്രോസ്കോപ്പ് എന്നൊരു ഉപകരണത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഇലക്ട്രോസ്കോപ്പ് ഇസ് എ ഡിവൈസ് ഫോർ ഡിറ്റക്റ്റിംഗ് ഇലക്ട്രിക് ചാർജസ് ഓൺ എ ബോഡി. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇതാദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ബ്രിട്ടീഷ് ഫിസിഷ്യൻ കൂടിയായ വില്യം ഗിൽബർട്ടാണ്. പക്ഷേ വില്യം ഗിൽബർട്ടിൻ്റെ ഇലക്ട്രോസ്കോപ്പ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇലക്ട്രോസ്കോപ്പ് അല്ല. അതായത് അത് ഗിൽബർട്ട്സ് വെർസോറിയം നീഡിൽ ഇലക്ട്രോസ്കോപ്പ് എന്നാണ് ഇതിന് പറയാം. ഇറ്റ്സ് എ നീഡിൽ ഇലക്ട്രോസ്കോപ്പ്. ഒരു നീഡിൽ, ഒരു മെറ്റാലിക് നീഡിൽ സെൻറ്റർ ഓഫ് മാസിൽ അത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളൊരു ചാർജ്ഡ് ബോഡി അതിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുമ്പം ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇത് ആദ്യത്തെ ഇലക്ട്രോസ്കോപ്പാണ്. എന്നാൽ ആ ഇലക്ട്രോസ്കോപ്പ് അല്പം മോഡിഫൈ ചെയ്തു. അങ്ങനെ മോഡിഫൈ ചെയ്യപ്പെട്ട ഇലക്ട്രോസ്കോപ്പാണ് പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് സ്കൂൾ മാസ്റ്റർ ആൻഡ് ഫിസിസ്റ്റായ ജോൺ കെൻറ്റൺ ആണ്. അത് 1754 ജോൺ കെൻറ്റൺ ഈസ് എൻ സ്കൂൾ മാസ്റ്റർ കം ഫിസിസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്ത് വളരെ സിമ്പിളാണ്. ഈ നീഡിലിന് പകരം ചെയ്ത കാര്യത്രേ ഉള്ളൂ. ഒരു സിൽക്ക് ത്രെഡ്, ആ സിൽക്ക് ത്രെഡിൻ്റെ ഒരു എൻഡിൽ ഒരു പിത്ത് ബോൾ, നമ്മുടെ ചാർജ്ഡ് ബോഡി സമീപത്തേക്കൊന്നു പിത്ത് ബോൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. സോ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് അത് കുറച്ചും കൂടി സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോസ്കോപ്പാണ്. നമ്മൾ ലാബിലൊക്കെ ഉള്ള ഇലക്ട്രോസ്കോപ്പ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1787 ഒരു ബ്രിട്ടീഷ് ഫിസിസ്റ്റായ എബ്രഹാം ബെന്നറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോസ്കോപ്പിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അതെന്താണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഒരു കണ്ടെയ്നർ, ഒരു ഗ്ലാസ് കണ്ടെയ്നർ, അതിപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളൊരു ഗ്ലാസ് കണ്ടെയ്നർ തന്നെ ആവണമെന്നൊന്നുമില്ല. ദാറ്റ് മേ ബി ഇൻ റെക്റ്റാങ്കുലർ ഷേപ്പ്. മിക്കവാറും നമ്മളെ ലാബിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു ബോക്സാണത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടൊരു ഒരു മെറ്റാലിക് റോഡുണ്ട്. ആ മെറ്റാലിക് റോഡിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള 2 സ്ട്രിപ്സ് ഉണ്ടാവും. 2 സ്ട്രിപ്സ് ഒരു ഒട്ടി നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിന് മുകൾ ഭാഗത്തായിട്ടൊരു ഡിസ്ക് ഉണ്ട്, ലൈക്ക് ദിസ് ഡയഗ്രാം. ആ ഡിസ്കിൻ്റെ മുകളിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഫിന് ചാർജ് കിട്ടും. ആ ലീഫ് ഒരേ ചാർജ് കിട്ടുന്ന കാരണം അകലുന്ന ഒരു സ്വഭാവമാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും നമ്മൾ അതിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആനിമേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ആനിമേഷൻ നമുക്കൊന്ന് കാണാം. നോക്കൂ, നിങ്ങളിപ്പോൾ കാണുന്നത് അത് ഒരു ഇലക്ട്രോസ്കോപ്പാണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ് ഇപ്പോൾ കാണുന്നത്. ആ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് അതിനടുത്തേക്ക് കൊണ്ടുവരും. എന്താ കണ്ടത്? പോസിറ്റീവ് ചാർജ് അതിനടുത്തേക്ക് കൊണ്ടുപോകുമ്പം സ്വാഭാവികമായിട്ടും ആ ഡിസ്കിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫർദർ എൻഡിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അതായത് ലീഫിൻ്റെ മുകളിൽ, ഗോൾഡ് ലീഫിൻ്റെ മുകളിൽ, ആ ഗോൾഡ് ലീഫിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ്, സിമിലർ ചാർജ്. സോ റിപ്പൽഷൻ സംഭവിക്കും. അതുകൊണ്ട് അവ അകലും, ഒരു വി ഷേപ്പിൽ അകലും. ഈ ആംഗിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി amount ഓഫ് ചാർജ്. കൂടുതൽ ചാർജ് വന്നാൽ കൂടുതൽ ആംഗിൾ അവിടെ ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പം പക്ക ഗോൾഡ് തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ലാബിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് ഗോൾഡിൻ്റെ ലീഫാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് അലൂമിനിയം മതി. അലൂമിനിയം വില കുറവാണല്ലോ, അലൂമിനിയം മതി. ഗോൾഡ് ഉപയോഗിച്ചത് വളരെ തിന്നായിട്ട് ഡിസൈൻ ചെയ്യാമെന്നതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ ഗോൾഡ് ഉപയോഗിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിലൊക്കെ അലൂമിനിയമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അതിൻ്റെ പേര് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് തന്നെയാണ്. മിക്കവാറും അലൂമിനിയത്തിന് ഒരു ഗോൾഡൻ കളറും കൊടുത്തിട്ടുണ്ടാവാം. ഇനി അതും വേണമെന്നില്ല, ഒരു പേപ്പർ ആയാലും മതി, പേപ്പർ സ്ട്രിപ്സ് ആയാലും മതി, വർക്ക് ചെയ്യും. ഇനി നോക്കൂ, ആ നെഗറ്റീവ് റോഡാണ് നമ്മുടെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഡിസ്കിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഡിസ്കിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ലീവ്സിൻ്റെ മുകളിൽ
നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഒരേ ചാർജ് ആയതുകൊണ്ട് അഗെയിൻ റിപ്പൽഷൻ തന്നെയാണ് സംഭവിക്കുക അല്ലേ. ഇനി നമ്മൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ് അതിനെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്, നത്തിങ് വിൽ ഹാപ്പൻ. ഇപ്പോൾ എല്ലാം തന്നെ സമീപത്തേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ, ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ തന്നെ അവിടെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ടച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? ടച്ച് ചെയ്താലും അതിന് ചാർജ് കിട്ടും. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ ആംഗിളിൽ ആ ലീവ്സ് ഇങ്ങനെ ഒരു ആംഗുലർ സെപ്പറേഷനിൽ അവിടെ നിന്നോളും, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു റിയൽ വർക്കിംഗ് കാണണമെന്നുണ്ടെങ്കിൽ, ഒരു റിയൽ ഇലക്ട്രോസ്കോപ്പ് വർക്കിംഗ് നിങ്ങളെ ലാബുകളിലുണ്ട്. ഇനി അതല്ലാതെ നമുക്കൊരു വീഡിയോ കാണാം. അതിൻ്റെ ശരിക്കുള്ള അതിപ്പോൾ ആനിമേഷനല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ആനിമേഷനല്ലേ. ഇനി ഒരു വീഡിയോ തന്നെ കാണാം. ആ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ഇത് നല്ല ഒരു കൃത്യമായ ഒരു ഇലക്ട്രോസ്കോപ്പാണ് നിങ്ങൾ കണ്ട വീഡിയോയിലുള്ളത്. ഇനി അത്ര നല്ല രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അത്തരം ഒരു ഇലക്ട്രോസ്കോപ്പ് കുറച്ച് അത്ര ഒരു വില കുറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് കാണിക്കാനുള്ള ഒരു അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോസ്കോപ്പ് നമുക്ക് തന്നെ നിർമ്മിക്കാം. ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുക എന്നാവട്ടെ ഇന്നത്തെ പ്രോജക്റ്റ്. നിങ്ങൾക്കൊരു പ്രോജക്റ്റ് തന്നെ, സിമ്പിൾ പ്രോജക്റ്റ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് കാണിക്കാൻ അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അത് ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുന്ന രീതികളാണ്. ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് അതുപോലെ ഒരു ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാക്കുക. ഏകദേശം 20 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു കട്ടിയുള്ള കോപ്പർ വയറാണിത്. അതിൻ്റെ ഒരു എൻഡ് ഒരു സർക്കുലർ രൂപത്തിൽ ഇതുപോലെ വളച്ചു വെച്ചിരിക്കുകയാണ്. മറ്റേ എൻഡിലൂടെ ഒരു കട്ടിയുള്ള സ്ട്രോ കടത്തി വെച്ചിരിക്കുകയാണ്. ഏകദേശം 4 സെൻറ്റിമീറ്ററോളം നീളമുണ്ടാവും ഈ സ്ട്രോയ്ക്ക്. എന്നിട്ട് ഈ എൻഡ് ഒരു ഹൂക്ക് രൂപത്തിൽ ഇതേപോലെ വളച്ചു വെക്കുക, ഒരു കൊളുത്ത് രൂപത്തിൽ. ഇതൊരു പേപ്പർ ഡിസ്ക്കാണ്, സെൻട്രൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന കോപ്പറിൻ്റെ വയറ് കടത്തി വെക്കുക. ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. നോക്കൂ, ഈ സ്ട്രോയുടെ ഏകദേശം മധ്യഭാഗത്താണ് ഈ പേപ്പർ ഡിസ്ക് വരുന്നത്. ഇനി നമ്മൾ 3 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 പേപ്പർ കഷ്ണങ്ങളാണിത്. ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു ഹോള് വീതം പഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഹോള് ഈ കൊളുത്തിലേക്ക് ഈ ഹോളിൻ്റെ പേപ്പർ കഷ്ണങ്ങൾ കടത്തി വെക്കുക. ഇനി ഇത് മൊത്തത്തിലെടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്തേക്ക് വെക്കാൻ പോവുക. ശ്രദ്ധിക്കണം, ഈ പേപ്പർ കഷ്ണങ്ങൾ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന പോലെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇതേപോലെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, റെഡി. നമ്മുടെ ഇലക്ട്രോസ്കോപ്പ് റെഡി ആയിരിക്കുക. ഇനി നമുക്കൊന്ന് പരീക്ഷിക്കാം. ഈ PVC പൈപ്പ് ഈ വൂളൻ ക്ലോത്തിൽ റബ്ബർ ചെയ്തതിന് ശേഷം അതിനെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. നോക്കുക, അത് ടച്ച് ചെയ്യരുത്. അതിന് സമീപത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പേപ്പർ കഷ്ണങ്ങൾ അകലുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പേപ്പർ കഷ്ണങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കൂ. നല്ലൊരു ആംഗുലർ സെപ്പറേഷൻ വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒരേ തരം ചാർജുകളാണ് ഈ 2 പേപ്പർ സ്ട്രിപ്പിന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അകന്നു പോകുന്നത്. കണ്ടല്ലോ. ഇനി ഇവിടെ ഈ പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അലൂമിനിയം ആയാലും മതി. വീഡിയോ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്ര സിമ്പിളായിട്ടൊരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത്തരം ഇലക്ട്രോസ്കോപ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ നിർമ്മിച്ച് പരീക്ഷിച്ച് നോക്കുക. റെഡിയല്ലേ? ഓക്കെ. ഇനി നമ്മളിതിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ആദ്യം നമ്മൾ പറയുന്നത് എത്ര തരം ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. എത്ര തരമുണ്ട്? ഒരുപാട് തരം ഇലക്ട്രിക് ചാർജസ് ഉണ്ടോ? ഇല്ല. എത്ര തരം? യെസ്, 2 തരം ഇലക്ട്രിക് ചാർജസ് മാത്രമേ ഉള്ളൂ. ദർ എക്സിസ്റ്റ് 2 and only 2 type of electric charges. എന്തൊക്കെയാണ്? namely പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആരാണ് ഈ പേര് കൊടുത്തത്? അറിയാം? യെസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ആ പേര് ആദ്യമേ കൊടുത്തത്. ഇനി ഇത്തരം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ദാറ്റ് മീൻസ്
അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? എന്താ സംഭവിക്കുന്നത്? അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. ലൈക്ക് ചാർജസ് റിപ്പൽസ് വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. അല്ലേ? ഒരേ തരം ചാർജുകൾ വികർഷിക്കുന്നു, എന്നാൽ വ്യത്യസ്ത തരം ചാർജുകൾ ആകർഷിക്കുന്നു. പോസിറ്റീവും റിപ്പൽ ചെയ്യുന്നു, നെഗറ്റീവും റിപ്പൽ ചെയ്യുന്നു, എന്നാൽ പോസിറ്റീവും നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കണം, ഇതിനകത്തും നമുക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ യാതൊരു പ്രശ്നവുമില്ല. ദാറ്റ്സ് എ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ്സ് ആൾവേസ് കറക്റ്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി സെയിം ഫോർ ചാർജ്ഡ് ബോഡീസ്. ഒരേ തരത്തിലുള്ള ചാർജ്ഡ് ബോഡീസ് എപ്പോഴും വികർഷിക്കും എന്ന് പറയുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ബോഡിയും വേറൊരു പോസിറ്റീവ് ചാർജ് ബോഡിയും ഇസ് ആൾവേസ് റിപ്പൽ ചെയ്യപ്പെടണമെന്നില്ല. ദാറ്റ് ദർ മേ ബി സം അട്രാക്ഷൻ. ലൈക്ക് ചാർജസ് ആൾവേസ് റിപ്പൽസ്, ബട്ട് ഇൻ കേസ് ഓഫ് ചാർജ്ഡ് ബോഡീസ്, സപ്പോസ് ഈ രണ്ട് ചാർജുകളും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എ എന്നൊരു ചാർജ് ബോഡി, ബി എന്ന വേറൊരു ചാർജ് ബോഡി. എ എന്ന ചാർജ് ബോഡിക്ക് വെരി ഹൈ എമൗണ്ട് ഓഫ് ചാർജ്, ബി ഈസ് എ വെരി സ്മോൾ ചാർജ്. സോ എന്താ സംഭവിക്കുക? ഈ എ എന്ന ചാർജ് ബോഡിയുടെ പ്രസൻസ് കാരണം ബി എന്ന ബോഡിയിൽ അതിൻ്റെ നിയർ ബൈ സൈഡിൽ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്താൽ ഇതിനെ ആകർഷിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ രണ്ട് വസ്തുക്കൾ, സപ്പോസ് എ ആൻഡ് ബി, പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ തീരുമാനിക്കരുത് അതിന് രണ്ടിനും ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കുമെന്ന്. അങ്ങനെ ആവാം, അങ്ങനെ ആവാതിരിക്കാം. ഒരേ തരത്തിലുള്ള ചാർജ് ആണെങ്കിൽ പോലും അട്രാക്ഷൻ സാധ്യമാണ് ഇഫ് ദർ ഈസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ മാഗ്നിറ്റ്യൂഡ്. അതുപോലെ തന്നെ ന്യൂട്രൽ ആണെങ്കിൽ, ഒരു വസ്തു ന്യൂട്രൽ ആണെങ്കിലും അവിടെ ആകർഷിക്കപ്പെടാം. അത് ചാർജ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കോമ്പ് ഡ്രൈ എയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം തെർമോകോൾ പീസസിനെ ചാടി പിടിക്കുന്നത്, അത് ന്യൂട്രൽ അല്ലേ? അപ്പോൾ രണ്ട് വസ്തുക്കൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ആ രണ്ട് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് ന്യൂട്രൽ ആവാം. രണ്ടാമത്തത്, ആ രണ്ട് വസ്തുക്കളും ഒരേ തരം ചാർജ് ആവാം. മൂന്നാമത്തത്, അത് രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആവാം. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അട്രാക്ഷൻ ഈസ് നോട്ട് അറ്റ് ആൾ എ ഷുവറസ്റ്റ് വേ ടു ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ചാർജസ്. Anyway, the statement is always correct. Like charges repels, one unlike charges attract each other. എന്നാൽ രണ്ട് വസ്തുക്കൾ റിപ്പൽ ചെയ്യുകയാണെങ്കിലോ, രണ്ട് വസ്തുക്കൾ വികർഷിക്കുകയാണെങ്കിലോ, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജാണ്. റിപ്പൽഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടും ഒരേ ചാർജാണ്. അട്രാക്ഷൻ ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ചാർജ്ഡ് ബോഡീസ് ആവണമെന്നില്ല. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ചാർജസ് അഡിറ്റീവ്, മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ചാർജസ് അഡിറ്റീവ് അഥവാ ഇലക്ട്രിക് ചാർജസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അവിടെ അഡിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ എല്ലാത്തിനെയും കൂടി ഒരു ആൾജിബ്രിക് അഡിഷൻ എടുത്താൽ മതി. വെക്ടർ അഡിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വെക്ടർ, ഇറ്റ്സ് എ സ്കേലാർ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് അഡിറ്റീവ്. ദ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഓൺ എ സിസ്റ്റം ഈസ് ദി ആൾജിബ്രിക് സം ഓഫ് ദ ചാർജസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് റീജിയൻ ഓഫ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇതെവിടെ കാണുന്നു, ആ ഒരു സിസ്റ്റത്തിനകത്ത് ഏതെല്ലാം ചാർജസ് ഉള്ളത്? +5Q ഉണ്ട്, +3Q ഉണ്ട്, +7Q ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ സോ വാട്ട് ഹാപ്പൻസ്? യെസ്, +15Q ആണ് കിട്ടുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് അഡിറ്റീവ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, ഈ സിസ്റ്റത്തിനകത്ത് +5Q, -10Q, +2Q, -Q, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ +5Q, -10Q, +2Q ആൻഡ് -Q ആഡ് ചെയ്ത് എന്താ കിട്ടാൻ പോകുന്നത്? യെസ്, -4Q. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മളതിൻ്റെ ഡയറക്ഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. അതാണ് ഇലക്ട്രിക് ചാർജസ് അഡിറ്റീവ് എന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടി പറയാം, ദി ഇലക്ട്രിക് ചാർജസ് കൺസേർവ്ഡ്. എന്ന് വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ആൾറെഡി ഒരു ചാർജ് ഉണ്ട്, അതിനുള്ളിൽ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തുക്കൾക്കൊക്കെ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യപ്പെടാമെങ്കിൽ പോലും ദ ടോട്ടൽ ചാർജ് ഓഫ് ദാറ്റ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് ദി ഇലക്ട്രിക് ചാർജ് ഇസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ ചാർജ് പൊസസ്ഡ് ബൈ എ ബോഡി ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ചാർജസ് ക്യാൻ neither be created nor be destroyed but can be transferred from one body to another body. അല്ലേ? നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചതല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, അതുപോലെ തന്നെ ഉള്ളൊരു കൺസർവേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ദി ഇലക്ട്രിക് ചാർജ് ഇസ് കൺസേർവ്ഡ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലാസ് റോഡ് സിൽക്ക് എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടാതെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടില്ല. ഗ്ലാസ് റോഡിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടിയോ അത്രയും നെഗറ്റീവ് ചാർജ് സിൽക്കിന് കിട്ടിയിട്ടുണ്ടാവും. രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ചാർജ് ഇസ് ആൾവേസ് എ കോൺസ്റ്റൻറ്റ്. ദറ്റ് മേ ബി 0 ഓർ എനി അതർ വാല്യൂ, ദറ്റ് ഇസ് ആൾവേസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഈ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻവോൾവ് ചെയ്യുന്ന പല തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളിനി ഭാവിയിൽ ഡീൽ ചെയ്യുന്നതാണ്. ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ തന്നെ ചാർജ് കൺസർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ഇലക്ട്രിക് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ദാറ്റ്സ് എ ഫിഫ്ത്ത് പ്രോപ്പർട്ടി. ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഗ്ലാസ് റോഡിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം പോസിറ്റീവ് ചാർജ് എത്രയായിരിക്കും? യെസ്, ദാറ്റ്സ് എ magnitude is the charge of an electron. 1.602 into 10 raised to minus 19. ഒരു ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ ഗ്ലാസ് റോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ, മിനിമം ഒരു ഇലക്ട്രോൺ ആണ് പോകുന്നത്. മിനിമം ഒരു ഇലക്ട്രോൺ സിൽക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിന് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് ലഭിക്കും. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജാണ് ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും. ഇനി ഒരു ഇലക്ട്രോൺ അല്ല പോകുന്നത്, 2 ഇലക്ട്രോൺ പോയാൽ എത്ര ചാർജ് കിട്ടുക? 2 into 1.6 into 10 raised to minus 19. 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താലോ? 3 into 10 raised to minus 19. 3 into 1.6 into 10 raised to minus 19. ഇതേപോലെ സപ്പോസ് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എങ്കിൽ അതിന് ലഭിക്കാവുന്ന ചാർജ് Q is equal to NE ആണ്. n into 1.6 into 10 raised to minus 19. ഈ 1.6 into 10 raised to minus 19 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് പറയാം ദി ചാർജ് പൊസസ്ഡ് ബൈ എ ബോഡി Q is equal to NE. കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചാർജ് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ആവാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ Q is equal to പ്ലസ് ഓർ മൈനസ് NE എന്ന് പറയാം. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ദി ചാർജ് പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് an integral multiple of a basic unit of charge of an electron or a proton. This is called quantization of electric charge. Q is equal to plus or minus NE, where E is the charge of electron, 1.6 into 10 raised to minus 19 coulomb. ഇനി ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നുള്ളത് വളരെ കുറച്ച് വലിയ ചാർജിനെ സംബന്ധിച്ചിടത്തോളം, മാക്രോസ്കോപ്പിക് ചാർജസിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഡോമിനൻ്റ് അല്ല, അത്രമാത്രം നോട്ടീസബിൾ അല്ല, പ്രാക്ടിക്കലി അത്രമാത്രം നോട്ടീസബിൾ അല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മൈക്രോ കൂളം തന്നെ എടുക്കുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് 1.821 മൈക്രോ കൂളം. ഈ 1.821 മൈക്രോ കൂളം ചാർജാണ് ഇപ്പോൾ പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോഴാണ് ആ വസ്തുവിൽ നിന്നും ഒരു ഇലക്ട്രോൺ കൂടി ട്രാൻസ്ഫർ ചെയ്തു. സോ അതിന് കിട്ടാവുന്ന ചാർജ് 1.821 മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 raised to minus 6, അതായത് 1.821 ഇൻറ്റു 10 raised to minus 6 പ്ലസ് 1.6 ഇൻറ്റു 10 raised to minus 19. കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താലും മതി. 1.821 ഇൻറ്റു 10 raised to minus 6 പ്ലസ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10 raised to minus 19. കാൽക്കുലേറ്റ് എന്താകണമെന്ന് 1.821 ഇൻറ്റു 10 raised to minus 6 തന്നെ അല്ലേ? കാൽക്കുലേറ്ററിൽ മോർ പവേഴ്സ് ഉള്ള വാല്യൂസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ലോജിക്ക് വെച്ചിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഈ 3 ഡെസിമൽ പ്ലേസസ് തന്നെ ഇവിടെ ആവശ്യമുള്ളൂ. ഇതെന്താ വ്യത്യാസപ്പെടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രാൻസ്ഫർ ഓഫ് 1 or 2 ഇലക്ട്രോൺ ഡസ് നോട്ട് ക്രിയേറ്റ് എനി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഹിയർ.
ബിക്കോസ് ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക് ചാർജ്. എന്നാൽ മൈക്രോസ്കോപ്പിക് ചാർജിൻ്റെ കാര്യത്തിൽ സ്ഥിതി അതല്ല. അതായത് കുറച്ച് ഇലക്ട്രോൺസ് മാറിയാൽ തന്നെ ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാവും. So when we deal with the macroscopic charges, the condensation is not so significant. But actually there, condensation is there, but it is not so noticeable. Okay. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പറഞ്ഞല്ലേ ഈ കോണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമുക്ക് ലഭിക്കാവുന്ന പരമാവധി 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം, 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം, 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാതെ 1.5 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, 1/2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഇലക്ട്രിക് ചാർജ് ഈസ് നോട്ട് പോസിബിൾ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഈ പ്രോട്ടോൺസും ന്യൂട്രോണും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ക്വാക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിനേക്കാളും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ചും കൂടി ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണെന്നുള്ളത് നമ്മുടെ മോഡേൺ പാർട്ടിക്കിൾ ഫിസിക്സിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ഈ ക്വാക്സിൻ്റെ ചാർജ് 1/3e 2/3e പോലുള്ള ചാർജുകളാണ്. പക്ഷേ ഈ ക്വാക്സിൻ്റെ എക്സിസ്റ്റൻസ് സാധാരണ ഒരു സിറ്റുവേഷനിൽ സാധ്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുടിയിൽ ഒരു കോമ്പ് റബ്ബ് ചെയ്ത് ചാർജ് എടുക്കുന്ന പോലുള്ള നോർമൽ സിറ്റുവേഷനിൽ ഈ ക്വാക്സിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു സാധാരണ സാഹചര്യത്തിൽ അത്തരം ഫ്രാക്ഷണൽ ഇലക്ട്രിക് ചാർജിൻ്റെ ക്വാക്സിൻ്റെ ഒന്നും ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് Q = ± NE എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആശയം തന്നെയാണ്. പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്റ്റിൽ റെലവൻറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടീസ്? നമുക്കൊന്ന് ഒരു ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്പർ 1, there exists 2 types of electric charges, namely positive and negative. Number 2, live charges repels while unlike charges attract each other. Then number 3, electric charges is additive. Electric charges is a scalar quantity. Then number 4, electric charge is conserved. Then number 5, electric charge is quantized. ഓക്കെ, ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞല്ലോ. ശരി, ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെല്ലാം ഇനി വരുന്ന വീഡിയോയിൽ പറയാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.